ഓക്കെ, ഇനി ഡാർട്ട് ബോർഡിന്റെ നമ്മുടെ അടുത്ത് നിന്നുള്ള ഡിസ്റ്റൻസ് അനുസരിച്ച് എങ്ങനെ പ്രോബബിലിറ്റി ഡെൻസിറ്റി കർവ് മാറും, അല്ലെ നമ്മുടെ ബെൽ കർവിന്റെ ഷേപ്പ് എങ്ങനെ മാറും. ഓക്കെ, പറഞ്ഞുതരാം. അതായത് അതിനുവേണ്ടി നിങ്ങൾ ആദ്യം റിയൽ ലൈഫിൽ നടക്കുന്ന ഒരു സാധ്യത, അല്ലെങ്കിൽ റിയൽ ലൈഫിൽ നടക്കാൻ പോകുന്ന സാധ്യത നിങ്ങളുടെ ഇൻഡ്യൂഷൻ വെച്ച് നിങ്ങൾ പറയണം എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളത്. അതായത് ഞാൻ ഒരു ഡാർട്ട് ബോർഡ് എടുത്തു, ചെറുതോ വലുതോ ഏത് ഡാർട്ട് ബോർഡും ഞാൻ എൻ്റെ അടുത്ത് കൊണ്ടുപോയി വെച്ചാൽ എനിക്ക് അതിൻ്റെ സെൻറ്ററിൽ എറിഞ്ഞു കൊള്ളിക്കുള്ള പ്രോബബിലിറ്റി എന്തായിരിക്കും? ഹയർ ആയിരിക്കുമോ ലോവർ ആയിരിക്കുമോ? ഹയർ ആയിരിക്കില്ല, കാരണം ഇപ്പോൾ ഡാർട്ട് ബോർഡ് എൻ്റെ വളരെ അടുത്തായിരിക്കുന്നത്. ഓക്കെ, ഇനി ഞാൻ ആ ഡാർട്ട് ബോർഡിൻ്റെ അടുത്ത് എൻ്റെ തൊട്ട് ഫ്രണ്ടിൽ കൊണ്ടുപോയി എൻ്റെ തൊട്ട് മുന്നിൽ കൊണ്ടുപോയി വെച്ചാൽ എനിക്ക് അതിൻ്റെ ബുൾസൈ കൊള്ളിക്കുള്ള പ്രോബബിലിറ്റി ഹയർ ആയിരിക്കുമോ ലോവർ ആയിരിക്കുമോ? ഹയർ ആയിരിക്കില്ല, കാരണം എനിക്ക് ഡാർട്ട് ബോർഡ് എടുത്ത് എറിയണമെന്ന് പോലും നിർബന്ധമില്ല. ഡാർട്ട് എടുക്കുക, ബോഡി കുത്തുക, കാരണം എൻ്റെ തൊട്ട് മുന്നിരിക്കുക. ഓക്കെ, അതിപ്പോ വലിയ ഡാർട്ട് ബോർഡ് ആണെങ്കിലും ചെറിയ ഡാർട്ട് ബോർഡ് ആണെങ്കിലും. ഓക്കെ, വലിയ ഡാർട്ട് ബോർഡ് ആണെങ്കിൽ സുഖമായി, കാരണം വലിയ ബുൾസൈയും കിട്ടി നമ്മൾ വളരെ അടുത്തും ഇരിക്കുന്നത്. ചെറിയ ഡാർട്ട് ബോർഡ് ആണെങ്കിലും ഒരു പ്രശ്നമില്ല, കാരണം നമ്മൾ തൊട്ട് ഫ്രണ്ടിലേ ഇരിക്കുന്നത്. ആരോട് ചോദിക്കുക, ആരോട് പറയുക, എടുക്കുക, കുത്തുക, കഴിഞ്ഞില്ലേ. പക്ഷെ ഇനി ഇതേ കേസ് തന്നെ അങ്ങ് ദൂരെ ഇരിക്കുന്നെങ്കിലോ? ദൂരെ എന്ന് പറഞ്ഞാൽ 100 മീറ്റർ മാറി ഇരിക്കുകയെന്ന് ഉദ്ദേശിക്കേണ്ട, 100 മീറ്റർ എന്ന് തന്നെ ചിന്തിച്ചാൽ, അല്ലെങ്കിൽ 1 കിലോമീറ്റർ അപ്പുറത്തിരിക്കുകയെന്ന് വെച്ചാൽ, അതിപ്പോ ഞാൻ എത്ര വലിയ ഡാർട്ട് ബോർഡ് കൊണ്ടുവന്ന് വെച്ചിട്ട് 1 കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് എറിയാൻ നോക്കിയാലും ബുൾസൈ കൊള്ളുവോ? സാധ്യത കുറവല്ലേ, വളരെ കുറവല്ലേ. കാരണം 1 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ എന്തോ ഡിസ്റ്റൻസ് ഉണ്ട്. ചിലപ്പോൾ ഡാർട്ട് ബോർഡിൽ തന്നെ കൊള്ളണമെന്നും ഇല്ലല്ലോ, മനസ്സിലായോ? അപ്പൊ ചിലപ്പോൾ നിങ്ങൾ ചോദിക്കും, ഞാൻ അത്രയും വലിയ ഡാർട്ട് ബോർഡ് കൊണ്ടുവന്നിട്ട് എന്തെങ്കിലും റോക്കൽ പ്രൊപ്പൽഷനിട്ട് സാധനം പിടിപ്പിച്ച നോർമൽ കാര്യം ചിന്തിക്കുക. വലിയൊരു ഡാർട്ട് ബോർഡ് കൊണ്ടുവന്നിട്ട് അങ്ങ് ഒരുപാട് ദൂരെ കൊണ്ടുവച്ചെന്ന് വെച്ചോ, അല്ലെങ്കിൽ വലുതോ ചെറിയ ഡാർട്ട് ബോർഡ് അങ്ങ് ദൂരെ കൊണ്ടുവച്ചെന്ന് വെച്ചോ, എന്നിട്ട് നമ്മളോട് അതിലോട്ട് എറിയാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സെന്ററിൽ കൊള്ളാനുള്ള പ്രോബിലിറ്റി കുറവായിരിക്കുമോ കൂടുതലായിരിക്കുമോ? കുറവായിരിക്കും. കാരണം ഒന്നാമത്തെ കാര്യം, ഡാർട്ട് ബോർഡ് അത്രയും ദൂരത്തായി ഇരിക്കുന്നത്, മനസ്സിലായി? ചെറിയ ഡാർട്ട് ബോർഡ് ആണെങ്കിലും വലിയ ഡാർട്ട് ബോർഡ് ആണെങ്കിലും. ഓക്കെ, അത് പിന്നെ ചെറുതൂടാന്നെ പറയണ്ട, ഡിഫിക്കൽട്ടി അത്രയും കൂടുതലായിരിക്കും. വലുതാന്ന് എന്തെങ്കിലും ചാൻസ് ഉണ്ടെന്ന് തന്നെ പറയാം, പക്ഷെ ഡിസ്റ്റൻസ് കൂടി കഴിഞ്ഞാൽ പിന്നെ ആ ചാൻസും ഇല്ല. ഓക്കെ, ഈ ഒരു സാധനം നിങ്ങൾക്ക് അറിയാവേ, ഈ ഒരു സാധനം നിങ്ങളുടെ മൈൻഡിലുണ്ട്. ഇതാണ് എക്സാക്ട്ലി ആ സാധനം. അതായത് ഡിസ്റ്റൻസ് കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ആ ബെൽ കർവ് അങ്ങ് പരന്നു പോകും. ഡിസ്റ്റൻസ് അടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ബെൽ കർവിന്റെ പീക്ക് കൂടി കൂടി വരും, മനസ്സിലായി? അതായത് ഇതുപോലെ. ഓക്കെ, ഇതിപ്പം നമ്മുടെ അടുത്തുനിന്ന് വളരെ ചെറിയൊരു ഡിസ്റ്റൻസ് നോർമലി നിൽക്കുന്ന ഡാർട്ട് ബോർഡാന്ന് വെച്ചോ, ആ ഡാർട്ട് ബോർഡിന്റെ പ്രോബബിലിറ്റി ഡെൻസിറ്റിയുടെ കർവ് അല്ലെ ആ ബെൽ കർവ് ആണ് ഇത്. ഓക്കെ, ഇനി ഞാൻ എന്റെ ഇത് അത്യാവശ്യം അടുത്തിരിക്കുന്ന അതാണ് നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തോണ്ടില്ല. ഓക്കെ, ഇതിന്റെ അകത്ത് അറിയാം നമുക്ക് സെന്ററിലാണ് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഹയർ, പിന്നെ അങ്ങോട്ട് മാറുമ്പോൾ അത് കുറഞ്ഞു വന്നോണ്ടിരിക്കും. ഇനി എന്ത് ചെയ്യാൻ പോവാ, എന്റെ ഡാർട്ട് ബോർഡിനെ വളരെ അടുത്താക്കുക, വളരെ അടുത്ത് കൊണ്ടുവന്ന് നോക്കുക. ഓക്കെ, അപ്പോൾ എന്ത് പറ്റും കണ്ടോ? ആ പ്രോബബിലിറ്റി ഡെൻസിറ്റി കർവിന്റെ ആ സെന്ററിലെ പീക്ക് കൂടും, മനസ്സിലായി? അതായത് ഇനി ഞാൻ സെന്ററിൽ കൊള്ളിക്കാനുള്ള പ്രോബബിലിറ്റി ഭയങ്കര ഹയറാ, നിങ്ങളുടെ കണ്ടില്ലേ? കണ്ടോ, ഞാൻ ഇനി സെന്ററിൽ കൊള്ളിക്കാനുള്ള പ്രോബബിലിറ്റി ഭയങ്കര ഹയറാ, കാരണം എന്റെ തൊട്ടടുത്തായിരിക്കുന്നത്, കണ്ടില്ലേ? അപ്പൊ എന്താ പറയുക, പീക്ക് നടുക്ക് മാത്രം കൂടും, ബാക്കി എല്ലായിടത്തും എന്ത് ചെയ്യും, കുറഞ്ഞു കുറഞ്ഞു വരും. കാരണം എന്റെ തൊട്ട് മുന്നിൽ ഇരിക്കുന്ന ഡാർട്ട് ബോർഡിന്റെ അകത്ത് എനിക്ക് ഡാർട്ട് എടുത്ത് എറിയണമെന്ന് പോലും ഇല്ലല്ലോ, ഡാർട്ട് എടുത്ത് ചുമ്മാ കുത്തിയേ പോരെ, അല്ലേ? വേണ്ട, അത് തന്നെ ഈ കാണുന്ന കണ്ടില്ലേ, സെന്ററിൽ പീക്ക് ഭയങ്കര. ഇതെന്ത്, നമ്മുടെ തൊട്ട് മുന്നിൽ ഇരിക്കുന്ന ഡാർട്ട് ബോർഡാ. ഓക്കെ, അത് മനസ്സിലാക്കണം, നമ്മുടെ തൊട്ട് മുന്നിൽ ഇരിക്കുന്ന ഡാർട്ട് ബോർഡാ. കണ്ടല്ലേ പീക്ക്, സെന്ററിലായിരിക്കും ഭയങ്കര പീക്ക്. പക്ഷേങ്കില് നമ്മള് ഡാർട്ട് ബോർഡിൽ നിന്നുള്ള ഡിസ്റ്റൻസ് കൂടി, അല്ലെ നമ്മളിൽ നിന്നുള്ള ഡാർട്ട് ബോർഡിന്റെ ഡിസ്റ്റൻസ് കൂടിയ കണ്ടോ, നമ്മുടെ ബെൽ കർവ് പരന്നങ്ങ് പോകും. അതായത് പിന്നെ സെന്ററിൽ കൊള്ളിക്കാനുള്ള പ്രോബിലിറ്റിയും കുറവായിരിക്കും, ഈവൻ ദോ ചിലപ്പോൾ ബോഡി കൊള്ളാനുള്ള പ്രോബിലിറ്റി പോലും കുറവായിരിക്കും, മനസ്സിലായോ? ഓക്കെ, ചിലപ്പോൾ വേറെ എവിടെയെങ്കിലൊക്കെ ആയിരിക്കും ചെന്ന് കൊള്ളുന്നത്. എന്നാണെങ്കിൽ തോക്കൊക്കെ വെച്ച് പിടിച്ചാൽ ചിലപ്പോൾ കൊള്ളാതിരിക്കാം. പക്ഷെ നോർമലി കൈകൊണ്ട് എറിയുവാണെങ്കിൽ എന്ത് പറ്റും, നടുക്കും കൊള്ളാനുള്ള പ്രോബിലിറ്റിയും കുറവായിരിക്കും, ബോഡി കൊള്ളാനുള്ള പ്രോബിലിറ്റിയും കുറവായിരിക്കും. നിങ്ങൾക്ക് അത് സൈഡ് വിഷ്വലി ഒന്ന് കാണിച്ചു തന്നെ കണ്ടോ? ഇതായിരുന്നു നമ്മുടെ നോർമൽ കേസ് എങ്കിൽ. നമ്മൾ തീരെ അടുത്ത് കൊണ്ടുവന്ന് വെച്ചാൽ പ്രോബിലിറ്റി ഡെൻസിറ്റി അങ്ങ് നടുക്ക് പീക്കും, അല്ല നമ്മൾ ഒരുപാട് ദൂരെ പോകുന്നതനുസരിച്ച് പ്രോബിലിറ്റി ഡെൻസിറ്റി സെന്ററിലെ പോലും അങ്ങ് കുറഞ്ഞു പോകും, അങ്ങ് പരന്നു പോകും. ഓക്കെ, ബെൽക്കർ ഇത് സ്റ്റിൽ ബെൽക്കർ അതാണ്ട് കണ്ടില്ലേ, സൈഡിൽ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ട, ചെറിയൊരു ബമ്പ് ഉണ്ട്, കണ്ടില്ലേ, ചെറിയൊരു ബെൽക്കർവ കണ്ട, നിങ്ങൾ സൈഡിൽ നോക്കിയത് ചെറിയൊരു ബെൽക്കർവ. ഓക്കെ, കണ്ട, മനസ്സിലാവുന്നുണ്ടല്ലോ. ഇതാണ് റിയൽ ലൈഫിൽ ആക്ച്വലി സംഭവിക്കുക ഡിസ്റ്റൻസ് കൂടിയാൽ. ഇത്
നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങളുടെ ഒരു ഇൻഡ്യൂഷൻ വെച്ച് തന്നെ മനസ്സിലായില്ല എന്തുകൊണ്ടാണ് എന്ന്. കാരണം ഡിസ്റ്റൻസ് കൂടുമ്പോൾ കൊള്ളിക്കാനുള്ള സാധനം കുറയില്ലേ, അത് മനസ്സിലായാലും നിങ്ങൾ ടോർച്ചിന്റെ അനലോഗി എടുക്കും. ഓക്കെ, ഇതൊരു ടോർച്ച് ലൈറ്റ് ആണ്. ഈ ടോർച്ച് ലൈറ്റ് നമ്മൾ ഒരുപാട് അടുത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തറിയാം, ഈ ടോർച്ചിന്റെ ആ സെന്ററിലുള്ള ഒരു പീക്ക് ബ്രൈറ്റ്നസ് ഉണ്ടല്ലോ, അത് വന്ന് കൊള്ളുന്ന ഭാഗം ഭയങ്കര ഭയങ്കര ബ്രൈറ്റർ ആയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പൊ നോക്ക്, ടോർച്ച് വളരെ അടുത്താണ് നിൽക്കുന്നത്, കണ്ടില്ലേ ഈ ബോളില്. ഓക്കെ, അപ്പൊ അതാണ്ട ഈ സെന്റർ പോർഷൻ കണ്ടോ, വളരെ തിക്ക് ബ്രൈറ്റർ പോർഷൻ ആയിരിക്കും. ആൻഡ് ഈ സെന്ററിലേക്ക് ഏറ്റവും കൂടുതൽ. പക്ഷെ ഞാൻ എന്റെ ടോർച്ച് ബോളിൽ നിന്നുള്ള ഡിസ്റ്റൻസ് കൂട്ടിയാൽ കണ്ടോ, ആ സെന്ററിലുള്ള പീക്ക് പോയിട്ട് എന്തോ എല്ലായിടത്തും ഒരുപോലത്തെ ബ്രൈറ്റ്നസ്സോ, കണ്ടില്ലേ, സെന്ററിലുള്ള പീക്ക് പോയിട്ട് എല്ലായിടത്തും ഒരുപോലുള്ള ബ്രൈറ്റ്നസ്സോ. ഇതേ സാധനം തന്നെയാണ് അവിടെ സംഭവിക്കുന്നത്. അതായത് നമുക്ക് ഡാർട്ട് ബോഡിയിൽ നിന്നുള്ള ഡിസ്റ്റൻസ് കൂടിയാലോ ഡാർട്ട് ബോഡിയിൽ നിന്ന് നമ്മൾ എത്തുന്നുള്ള ഡിസ്റ്റൻസ് കൂടിയാലോ ആ സെന്ററിലുള്ള പീക്ക് പോയിട്ട് എന്ത് പറ്റും, എല്ലാം ഈവനോ. ഓക്കെ, അതായത് ഇനി ഞാൻ ആ ഡാർട്ട് എറിഞ്ഞ, ഈ കേസിൽ ഞാൻ ഡാർട്ട് എറിഞ്ഞാൽ ഒരുപാട് ദൂരെയാണ്, ഇവിടെ 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 എല്ലാം കൊള്ളാനുള്ള പ്രോബബിലിറ്റി സെയിം ആയിരിക്കും. എൻ്റെ അത് ഭയങ്കര ലോവറും ആയിരിക്കും. മനസ്സിലായോ? ഐഡിയ കിട്ടിയേ? ഇതാണ് ആ സാധനം. ഓക്കെ ഓക്കെ, അപ്പൊ നമ്മുടെ ഡാർട്ട് ത്രോയിങ് പ്രോബ്ലത്തിൽ നിന്ന് പോയതാ ഇവിടെ നമ്മുടെ ബെൽ കർവ് വരെ. ഓക്കെ, എനിക്കത് നിങ്ങൾക്ക് പറഞ്ഞു തന്നെ എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ആ ഒരു കോൺസെപ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യത്തിൽ അത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഈ ബെൽ കർവിന്റെ കോൺസെപ്റ്റ്, ഗോഷ്യൻ കർവ് എന്നാണ് വിളിക്കുന്നത്. അതിന്റെ ഞാൻ ഈ പറഞ്ഞ സാധനത്തിന്റെ അത് കുറെ തിയറം ഒക്കെ ഇങ്ങനെ ഉണ്ട്. അപ്പൊ തിയറം ഒന്നും ഇല്ലാതെ സിമ്പിൾ ആയിട്ടാണ് നിങ്ങൾക്ക് അത് പറഞ്ഞു തന്നെ. ഇനി നിങ്ങൾ ആ തിയറം ഒക്കെ വെച്ച് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഓ ഇതായിരുന്നല്ലേ അതായിരുന്നല്ലേ, നിങ്ങൾക്ക് അത് എളുപ്പം മനസ്സിലാവും. സോ അത് ലൈഫിൽ നല്ല ഉപകാരമുള്ള സാധനം അത്, ഇഫ് യു ലവ് മാത്സ്, ഞാൻ കാര്യമായിട്ട് പറയാം. അപ്പം എന്താണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞ് മനസ്സിലായില്ല. അതായത് എന്താണ് പ്രോബബിലിറ്റി ഡെൻസിറ്റി, അതായത് ഒരു ഹൈ പ്രോബബിലിറ്റി ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഒരു ചെറിയ ഏരിയയിൽ അക്യുമുലേറ്റ് ചെയ്തിരിക്കുക. ഓക്കെ, ലോ പ്രോബബിലിറ്റി ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ചിലപ്പം ഒരു വലിയ ഏരിയയിൽ എന്താണ് സ്കാറ്റേർഡ് ആയിട്ട് കിടക്കുമായിരിക്കും. അപ്പൊ നമുക്ക് ലോ പ്രോബബിലിറ്റി ഏരിയ എന്ന് വിളിക്കാം. അങ്ങനെയൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ, ഇത്രയും നേരം അത് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇനി വീണ്ടും പറയുന്നില്ല. ഓക്കെ, അപ്പൊ നമ്മൾ നമ്മുടെ തിരിച്ചാ കേസിലോട്ട് വന്നു. എന്തായിരുന്നു ക്വസ്റ്റ്യൻ? ഡാർട്ട് എറിയുന്നു, ആ ഡാർട്ട് വന്ന് ഇയാളുടെ ദേഹത്ത് കൊള്ളാനുള്ള പ്രോബബിലിറ്റി എന്താണ്, അതിനുവേണ്ടി നമ്മൾ അത് ഈ ബോഡി കൊള്ളാനുള്ള പ്രോബബിലിറ്റി എന്ന് പറഞ്ഞ് തുടങ്ങിയ കഥയാ. ഓക്കെ, ഇനി ഇവിടെയും കുറച്ച് കാര്യം അറിയാണ്ട് പോകുന്നതിന് മുമ്പ്, അതായത് ഇതാണ്ട ഇവിടെ നമ്മളൊരു ഡാർട്ട് എടുക്കുന്നു, ആ ഡാർട്ട് എടുത്ത് ഈ ബോർഡിൽ എറിയുന്നു, അത് വന്ന് ഇവിടെ കൊള്ളുന്നു. ഡാർട്ട് എടുത്തു, പല ഡാർട്ടുകൾ എറിഞ്ഞു. ഓക്കെ, അപ്പൊ ഈ ഡാർട്ട് വന്ന് ഏതെങ്കിലും ഒരു പോയിന്റിൽ കൊള്ളുമല്ലോ. സപ്പോസ് ഈ ഒരു ഡാർട്ടാ നമ്മൾ കൺസിഡർ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഓക്കെ, തൽക്കാലത്തേക്ക് നോക്കി വെച്ചോണം, ഈ ഒരു ഡാർട്ടാ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പം ഇവിടെ പി ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ ബേസിക്കലി അത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഈ ഡാർട്ട് വന്നിട്ട് ഈ സ്പെസിഫിക് എക്സ് വൈയില്, അല്ലെങ്കിൽ എക്സ് വൈ എന്ന് പറഞ്ഞാൽ എന്താ, ഹൊറിസോണ്ടൽ കമ്പോണന്റ്, വെർട്ടിക്കൽ കമ്പോണന്റ്. അതായത് ഞാൻ ഈ കാണുന്ന ഡാർട്ട് ബോർഡിനെ ഒരു കാർട്ടീഷ്യൻ സിസ്റ്റത്തിൽ കൊണ്ടുവച്ചാൽ എനിക്ക് ഇവിടെ കൂടെ വൈ ആക്സിസും എക്സ് ആക്സിസും വരച്ചിട്ട് എനിക്ക് എന്ത് പറയാൻ പറ്റും, ഈ ഡാർട്ടിന്റെ ഒരു സ്പെസിഫിക് എക്സ് വൈ പോയിന്റിനെ പറയാൻ പറ്റും, ഈ സെന്ററിനെ ഒറിജിൻ ആക്കി വെച്ചോണ്ട്. ഓക്കെ, അതാണ് ആ എക്സ് വൈ എന്ന് സൂചിപ്പിക്കുന്നത്. അതായത് ഒരു ഹൊറിസോണ്ടൽ കമ്പോണന്റും വെർട്ടിക്കൽ കമ്പോണന്റും. സോ പി ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മുടെ ഡാർട്ട് വന്ന് ഇവിടെ കൊള്ളാനുള്ള പ്രോബബിലിറ്റി അല്ല, നമ്മുടെ ഡാർട്ട് വന്ന് ആ കുത്തുന്ന പോയിന്റിലെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ആണ്. ഓക്കെ, ഡാർട്ട് വന്ന് ആ പോയിന്റിൽ കുത്താനുള്ള പ്രോബബിലിറ്റി അല്ല, ഡാർട്ട് വന്ന് കുത്തുന്ന പോയിന്റിന്റെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ആണ്. ഒരിക്കലും മറക്കല്ല്. കാരണം പി ഓഫ് എക്സ് വൈ കാണുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നും അതെന്ന് പറഞ്ഞാൽ ഡാർട്ട് വന്ന് ബോഡി കുത്താനുള്ള പ്രോബബിലിറ്റി ആണ്. കാരണം നമ്മൾ ഇവിടെ എപ്പോഴും വന്നിട്ടുണ്ട്, പ്രോബബിലിറ്റി ഡെൻസിറ്റി ആണ് കൺസിസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നത്. ആ സെയിം ഡിസ്റ്റൻസിൽ പ്രോബബിലിറ്റി മാറിക്കൊണ്ടേയിരിക്കും പല ബോർഡിനനുസരിച്ച്. ഓക്കെ, സെയിം ഡിസ്റ്റൻസിൽ ബോർഡിന്റെ വലിപ്പം മാറുന്നതനുസരിച്ച് പ്രോബബിലിറ്റി മാറിക്കൊണ്ടേയിരിക്കും. പ്രോബബിലിറ്റി ഡെൻസിറ്റി ആണ് മാറാത്തത്. കാരണം ബെൽ കർവ് മാറാതിരിക്കും നമ്മൾ കണ്ടതാണല്ലോ. സോ നമ്മൾ പ്രോബബിലിറ്റി ഡെൻസിറ്റി, അതായത് നമ്മൾ ഡാർട്ട് അറിഞ്ഞാൽ ആ ഡാർട്ട് വന്ന് ഈ ബോർഡിൽ കുത്തിയാൽ ആ കുത്തിയ പോയിന്റിന്റെ പ്രോബബിലിറ്റി ഡെൻസിറ്റി എന്ന് പറയുന്നതാണ് പി ഓഫ് എക്സ് വൈ. ഓക്കെ, എന്തേ പി ഓഫ് എക്സ് വൈ
ഈക്വൽ ടു f(x)(f)(y). ഇതെന്താണെന്നറിയോ? ഈ f(x) ആണ് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഓഫ് ഹൊറിസോണ്ടൽ കമ്പോണന്റും f(y) ആണ് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഓഫ് വെർട്ടിക്കൽ കമ്പോണന്റും. അതെന്താണ് പറഞ്ഞു തരണമെങ്കിൽ ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവണം. പ്രോബബിലിറ്റി ഡെൻസിറ്റി ഓഫ് ഹൊറിസോണ്ടൽ കമ്പോണന്റോ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഓഫ് വെർട്ടിക്കൽ കമ്പോണന്റോ ഇതെന്താ പറയുന്നത് സംശയം തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ഉടനെ അത് ക്ലാരിഫൈ ചെയ്യാം. അതായത് തൽക്കാലം ഇത് മാത്രം ഞാൻ ആദ്യം പറഞ്ഞു നോക്കാം. പ്രോബബിലിറ്റി ഡെൻസിറ്റി ഓഫ് ഹൊറിസോണ്ടൽ കമ്പോണന്റും പ്രോബബിലിറ്റി ഡെൻസിറ്റി ഓഫ് വെർട്ടിക്കൽ കമ്പോണന്റും ഇൻഡിപെൻഡന്റ് ആണ്. അതായത് നമ്മളൊരു ഡാറ്റ അറിഞ്ഞാൽ അതിന്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റും വെർട്ടിക്കൽ കമ്പോണന്റും ആക്ച്വലി ഇൻഡിപെൻഡന്റ് ആണ്. ഓക്കെ, ഇത് പലർക്കും പറയുമ്പോൾ ഭയങ്കര സംശയം തോന്നും. എന്താ ഈ പറയുന്നത്? ഹൊറിസോണ്ടൽ കമ്പോണന്റ് വെർട്ടിക്കൽ കമ്പോണന്റ് എന്തോന്ന് ഈ പറയുന്നത്? ഇൻഡിപെൻഡന്റോ? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. ആൻഡ് ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ. ഇത് ഒരുപാട് പേർക്കും മനസ്സിലാവാത്ത സാധനമാണ്. ഓക്കെ, ആൻഡ് കുറച്ച് പേർക്ക് ഇത് അറിയാതിരിക്കാം, അത് കുഴപ്പമില്ല. എന്നാൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അതായത് നമ്മളൊരു ഡാർട്ട് എടുത്ത് നമ്മുടെ ഡാർട്ട് ബോർഡിൽ എറിഞ്ഞാൽ അത് ഡാർട്ട് ബോർഡിൽ ഒരു പോയിന്റിൽ ചെന്ന് കൊള്ളും. അല്ലെങ്കിൽ നമ്മൾ ബുൾസൈ നോക്കി എറിയുന്നത്. അപ്പൊ ബുൾസൈയിലോട്ട് തന്നെ ആയിരിക്കും നമ്മൾ എയിം ചെയ്ത് എറിയുന്നത്. അതെന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് ബുൾസൈ മിസ്സാവാം? എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് മിസ്സാവാം? ഒന്നെങ്കിൽ ഞാൻ എറിയുന്ന സമയത്ത് എൻ്റെ വിരലൊന്ന് മടങ്ങിയാൽ മതി, അത് ബുൾസൈ കൊള്ളത്തില്ല, മാറി എവിടെയല്ലേ കൊള്ളൂ. അല്ലെങ്കിൽ നല്ലൊരു കാറ്റ് വീശി നമ്മൾ റിലീസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അപ്പോൾ കാറ്റ് കാരണം ഡാർട്ട് ചെറുതായിട്ടൊന്ന് ചരിഞ്ഞു. അല്ലെങ്കിൽ നമ്മൾ എറിഞ്ഞ് കയ്യിൽ നിന്ന് റിലീസ് ചെയ്ത സമയത്ത് ഡാർട്ട് ചെല്ലുന്ന കൊള്ളുന്നതിന് മുമ്പ് നമ്മുടെ ഡാർട്ട് ബോർഡ് ഒന്ന് കുലുങ്ങി, അപ്പോൾ എന്ത് പറ്റി? ബുൾസൈ മിസ്സായി. അല്ലെങ്കിൽ ആരേലും വന്ന് നമ്മുടെ ഡാർട്ട് ബോർഡിൽ തട്ടി, ബുൾസൈ മിസ്സായി. അല്ലെങ്കിൽ ഭൂമി കുലുങ്ങിയിട്ട് ഡാർട്ട് ബോർഡ് ഒന്ന് അലങ്ങി, മിസ്സായി. അല്ലെങ്കിൽ ഭൂമി കുലുങ്ങി നമ്മളൊന്ന് അനങ്ങി, എന്ത് പറ്റി? മിസ്സായി. അല്ലെങ്കിൽ ഡാർട്ട് എറിയുന്ന വഴിക്ക് ഏതെങ്കിലും ഒരു കിളി വന്ന് തട്ടി, എന്ത് പറ്റി? മിസ്സായി. അല്ലെങ്കിൽ ആരേലും ഇടയ്ക്ക് വന്ന് കയറി അയാളുടെ ദേഹത്ത് തട്ടി, മിസ്സായി. അങ്ങനെ എൻലെസ് പോസിബിലിറ്റീസ് ഉണ്ട്. നമുക്കറിയാമല്ലോ, മാത്സിൽ എൻലെസ് പോസിബിലിറ്റീസ് ഉണ്ട്. സോ നമ്മളിവിടെ ഒരു കേസ് മാത്രം എടുക്കുകയാണ്. നമ്മുടെ കൈ മടങ്ങി ഇടത്തോട്ട്. ഓക്കെ, ഞാൻ എറിയാൻ പോകുന്ന സമയത്ത് എൻ്റെ കൈ ഇടത്തോട്ട് മടങ്ങി. അപ്പൊ ഞാൻ ഡാർട്ട് എടുക്കുന്നു, എറിയുന്നു, കൈ എറിയുന്ന ആ മൊമെന്റ് റിലീസ് ആവുന്നതിന് മുമ്പ് ഇടത്തോട്ടൊന്ന് മടങ്ങി. അപ്പോൾ എന്ത് പറ്റി? നമുക്കറിയാം ഇനി ബുൾസൈ കൊള്ളുന്നില്ല. ഇടത്തോട്ട് മടങ്ങിയോടെ നമുക്ക് വേണമെങ്കിൽ പറയാം സപ്പോസ് ഒരു 5 സെന്റിമീറ്റർ ലെഫ്റ്റിലോട്ടാണ് മാറി കൊള്ളുന്നത്. ഓക്കെ, നമ്മുടെ ഡാർട്ടിന് ജീവനുണ്ടെന്ന് നോക്ക്. അങ്ങനെ തന്നെ ഡാർട്ട് കയ്യിൽ നിന്ന് റിലീസ് ആവുന്ന മൊമെന്റിൽ ഡാർട്ടിന് മനസ്സിലായോ ഇവന്റെ കൈ ഇടത്തോട്ട് മടങ്ങി. അപ്പൊ ഞാൻ ഇനി ഏതായാലും ഒന്ന് കണക്ക് കൂട്ടിയാൽ 5 സെന്റിമീറ്റർ ലെഫ്റ്റിലേ ചെന്ന് കൊള്ളും. അപ്പൊ ഡാർട്ട് അങ്ങ് ചിന്തിക്കുക, ഏതായാലും ഞാൻ 5 സെന്റിമീറ്റർ ലെഫ്റ്റിലോട്ടേ ചെന്ന് കൊള്ളാൻ പോകുന്നുള്ളൂ. അങ്ങനെ ഒരു കാര്യം ചെയ്യാം, ഞാൻ 5 സെന്റിമീറ്റർ മേലിലോട്ട് കൂടെ എടുത്ത് ചാടിയേക്കാം. അതായത് തന്നെത്താനെ ഞാൻ ഒന്ന് ലിഫ്റ്റ് ആയിട്ട് പറന്നു പൊങ്ങി 5 സെന്റിമീറ്റർ മേലിലും കൂടെ ചെന്ന് കൊള്ളാം. അങ്ങനെ ചിന്തിക്കും. അപ്പം ടു ബി വെരി ഫ്രാങ്ക്, ഡാർട്ടിന് ജീവനൊന്നും ഇല്ല. ഞാൻ നിങ്ങളെ ഈ കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു തരുന്നേ ഉള്ളൂ. ഓക്കെ, ഡാർട്ട് അങ്ങനെ ചിന്തിക്കുമോ? എൻ്റെ വിരല് ലെഫ്റ്റിലോട്ട് ഒന്ന് മടങ്ങി എന്ന് വെച്ചിട്ട് ഡാർട്ട് ചിന്തിക്കുമോ ഇടത്തോട്ട് മടങ്ങി, അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, മേലോട്ട് എടുത്ത് ചാടിയേക്കാം? ഇല്ല, ചിന്തിക്കത്തില്ല. അതായത് എൻ്റെ ലെഫ്റ്റിലോട്ട് എന്ത് വേണേലും തെന്നിക്കോട്ട്, അല്ലെ എന്ത് വേണേലും മാറിക്കോട്ട്. പക്ഷേങ്കിൽ ആ ലെഫ്റ്റിലോട്ട് മാറുന്ന മാറ്റം നമ്മൾ എറിയാൻ ഉദ്ദേശിച്ച കറസ്പോണ്ടിങ് ഹൈറ്റിൽ വ്യത്യാസം വരുത്തില്ല. അതായത് എൻ്റെ വെള്ളം ഇടത്തോട്ടേ മടങ്ങിയുള്ളൂ, വേറെ ഒന്നും സംഭവിച്ചില്ല. ഇടത്തോട്ടേ മാത്രമേ മടങ്ങിയുള്ളൂ. കാറ്റടിച്ചില്ല, ഭൂമി വിലുങ്ങിയില്ല, ഒരു കിളി വന്നില്ല, ഒരു മനുഷ്യൻ വന്നില്ല, ഒന്നും വന്നില്ല. അപ്പൊ എൻ്റെ വെള്ളം ഇടത്തോട്ട് മാത്രമേ മടങ്ങിയുള്ളൂ. അപ്പൊ എന്നൊരു ബുൾസൈന്ന് ഒരു 5 സെന്റിമീറ്റർ ലെഫ്റ്റിലോട്ട് മാറിയവൻ കൊള്ളൂ. അല്ലാതെ നമ്മൾ കൊള്ളിക്കാൻ ഉദ്ദേശിച്ച ഹൈറ്റ് മാറത്തില്ല. ഓക്കെ, ആ സെന്ററിന്, അതായത് ഈ കാണുന്ന ഈ സെന്റർ ഉണ്ടല്ലോ, ഓക്കെ, ഈ സെന്ററിൽ കൂടെ ലൈൻ വരച്ചാൽ അതിനെ എക്സ് ആക്സിസ് കൺസിഡർ ചെയ്താൽ അത് വന്ന് എക്സ് ആക്സിസിൽ തന്നെ ആയിരിക്കും കൊള്ളുന്നത്. കാരണം നമ്മൾ ബുൾസൈല ഹിറ്റ് ചെയ്യാൻ വെച്ചിരുന്ന കൈ ഇടത്തോട്ട് മടങ്ങിയോണ്ട് ഇവിടെ തന്നെ വന്ന് കൊണ്ട്. അല്ലാതെ ഇടത്തോട്ട് മടങ്ങിയോണ്ട് നമ്മുടെ ഡാർട്ട് ഇവിടെ കൊള്ളുന്നതിന് പകരം പറന്ന് ഇവിടെ വന്ന് കൊള്ളത്തൊന്നുമില്ല, ലെഫ്റ്റിൽ തന്നെ കൊള്ളു. അതിന്റെ അർത്ഥം എന്താ? നമ്മുടെ കൈ ഇടത്തോട്ട് മടങ്ങി. ഇടത്തോട്ട് മടങ്ങിയപ്പോൾ എന്ത് സംഭവിച്ചു? അതിന്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഷിഫ്റ്റ് ആയി. എന്നുമ്പോൾ അതിന്റെ വെർട്ടിക്കൽ കമ്പോണന്റിന് ഒരു മാറ്റവും സംഭവിച്ചില്ല. ഇതേ കേസ് തന്നെ എൻ്റെ വിരല് മേലോട്ടോ താഴോട്ടോ ഒന്ന് മടങ്ങി നോക്ക്. ഞാൻ ഡാർട്ട് എറിയുന്നു, എൻ്റെ വിരല് താഴോട്ടൊന്ന് മടങ്ങി. അപ്പൊ നമുക്കറിയാം എന്ത്? എൻ്റെ വിരല് താഴോട്ട് മടങ്ങിയോണ്ട് എൻ്റെ ഡാർട്ട് 5 സെന്റിമീറ്റർ താഴെ ബുൾസൈന്ന് ചെന്ന് കൊള്ളും. അപ്പൊ അതേപോലെ തന്നെ സെയിം കേസ് നമ്മൾ ഡാർട്ട് ചിന്തിക്കും, ഓ ഇവന്റെ കയ്യിൽ നിന്ന് റിലീസ് ആയപ്പോൾ 5 സെന്റിമീറ്റർ താഴോട്ട്. എന്നാൽ ഞാൻ ഒരു കാര്യം ചെയ്തേക്കാം, ഏതായാലും 5 സെന്റിമീറ്റർ താഴോട്ട്, എന്നാൽ 5 സെന്റിമീറ്റർ വലത്തോട്ട് എടുത്ത് ചാടിയേക്കാം. അത് പോകുന്ന പോക്കിന് 5 സെന്റിമീറ്റർ താഴോട്ട് മാറിയോണ്ട് മാത്രം എൻ്റെ ഡാർട്ട് എന്ത് ചെയ്യാൻ പോവാ? 5 സെന്റിമീറ്റർ വലത്തോട്ടുകൂടെ മാറാൻ പോവാ. അങ്ങനെ സംഭവിക്കുമോ? ഇല്ല. അതായത് ഇപ്പൊ ഈ പറഞ്ഞ കേസ് വെച്ചിട്ട്
ഇവിടെ കൂടെ സ്ട്രെയിറ്റ് ലൈൻ വലിച്ചാൽ, അതായത് വൈ ആക്സിസ് വലിച്ചാൽ ഞാൻ എറിയുമ്പോൾ എൻ്റെ വെള്ളം താഴോട്ട് മടങ്ങിക്കൊണ്ട് ഇവിടെ കൊള്ളേണ്ടുന്നതിന് വരെ ഇവിടെ വന്ന് കൊണ്ടു. സോ ഇവിടെ കൊള്ളേണ്ടുന്നതിന് വരെ ഇവിടെ വന്ന് കൊണ്ടതിൻ്റെ കാര്യം എന്താ, എൻ്റെ വെള്ളം മടങ്ങി. വിരൽ മടങ്ങിയോണ്ട് ഇവിടുന്ന് ഇവിടെ വന്ന് കൊണ്ടത് കൊണ്ട് മാത്രം ഒരിക്കലും എൻ്റെ ഡാർട്ട് ബോർഡ് തീരുമാനിക്കുക ഓക്കെ ഞാൻ എന്നാ ഇവിടുന്ന് ഇവിടെ കൊള്ളുന്നില്ല, ഇവിടെ കൊള്ളാൻ പോവാ. ഓക്കെ, അതായത് ആ എന്ത് വെർട്ടിക്കലായിട്ടുള്ള മീൻസ് ലൈനിൽ തന്നെ അത് സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കും, അല്ലാതെ അത് അതിന്റെ ലെഫ്റ്റിലോട്ടോ റൈറ്റിലോട്ടോ ചാടത്തില്ല, ഇതേ വെർട്ടിക്കൽ ലൈനിൽ തന്നെ നിൽക്കും. സോ ഞാൻ ഈ രണ്ട് കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി. അതായത് എന്റെ കൈ ഇടത്തോട്ടോ വലത്തോട്ടോ മടങ്ങിക്കോട്ട് എന്നും പറഞ്ഞ് അതിന്റെ മേളിലോട്ടോ താഴോട്ടോ ഉള്ള ഡിസ്റ്റൻസിനെ അത് ബാധിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് എന്റെ കൈ അതുപോലെ മേളിലോട്ടോ താഴോട്ടോ മടങ്ങിക്കോട്ട്, പക്ഷെ അത് ഒരിക്കലും ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിനെ നിയന്ത്രിക്കാൻ വരുന്നില്ല. അതായത് ബേസിക്കലി അവർ ഇൻഡിപെൻഡന്റ് ആണ്. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലായില്ല. നിങ്ങൾ ഒരു കേസ് എടുക്കുക, ഒരു കൊയിനും ഒരു ഡൈസും എടുത്ത് ഞാൻ ഒരു കൊയിനും ഡൈസും ഒരുമിച്ച് കോയിൻ ടോസ് ചെയ്ത് ഡൈസ് റോൾ ചെയ്ത്, അപ്പൊ എനിക്ക് കൊയിനിൽ ഹെഡ്സും കിട്ടി, ഡൈസിൽ 4ഉം കിട്ടി. എനിക്ക് കോയിനിൽ ഹെഡ്സ് കിട്ടിയോണ്ടാണ് അവിടെ ഡൈസിൽ 4 കിട്ടിയത്? അല്ലല്ലോ. അല്ലെ എനിക്ക് ഡൈസിൽ 4 കിട്ടിയോണ്ടാണ് ഇവിടെ കോയിനിൽ എനിക്ക് ഹെഡ്സ് കിട്ടിയത്? അല്ലല്ലോ. അവര് കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡന്റ് അല്ലേ. കോയിനിൽ എന്ത് കിട്ടിയത് ഡൈസിന് അറിയണ്ട, ഡൈസിന് എന്ത് കിട്ടിയത് കോയിനും അറിയണ്ട. സോ ഇതാണ് ഒരു കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡന്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് ഒന്നിന് കിട്ടിയത് മറ്റേനെ ബാധിക്കുന്നില്ല, ഇതിന് കിട്ടിയതിനെ ബാധിക്കുന്നില്ല. ബാധിക്കുന്ന എപ്പോഴാണെന്നറിയാം, അതായത് ഞാൻ കോയിൻ എറിഞ്ഞപ്പോൾ എനിക്ക് ടെയിൽസ് കിട്ടിയാൽ മാത്രമേ ഞാൻ ഡൈസ് എറിയുമെന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് ഡിപ്പെൻഡന്റ് ആണെന്ന് പറയാം. കാരണം എന്താ, കോയിൻ എറിഞ്ഞ് എനിക്ക് ടെയിൽസ് കിട്ടിയോണ്ടാണ് ഡൈസ് എറിഞ്ഞ, ഡൈസ് അറിയത്തില്ല. അല്ലെങ്കിൽ എന്താ, ഞാൻ എൻ്റെ ഒരു ഇവന്റിന്റെ ഔട്ട്കം മറ്റേ ഇവന്റിനെ ബാധിച്ചാൽ മാത്രമേ അവര് നമുക്ക് ഡിപ്പെൻഡന്റ് ആണെന്ന് പറയാൻ പറ്റൂ. ഈ കോയിനിന്റെയും ഡൈസിന്റെയും കേസിൽ എന്താ ഡിപ്പെൻഡന്റ് അവര്? വല്ല ഹെഡ്സും ഇവിടെ ഹെഡ്സ് വീണോണ്ടാണ് അവിടെ 4 വീണത്, അല്ലെ അവിടെ 4 വീണോണ്ടാണ് ഇവിടെ ഹെഡ്സ് വീണത്? അല്ലല്ലോ, കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡന്റ്. അതുപോലെ തന്നെ ഇവിടെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് മാറിക്കോട്ട്, വെർട്ടിക്കൽ മാറത്തില്ല. അല്ലെ വെർട്ടിക്കൽ കമ്പോണന്റ് മാറിക്കോട്ട്, ഹൊറിസോണ്ടൽ മാറത്തില്ല. നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയില്ലെങ്കിൽ ആദ്യം ഇത് കേൾക്കുമ്പോൾ ഇച്ചിരി പാടായിരിക്കും, ബട്ട് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി മനസ്സിലാവും. നിങ്ങൾ ജസ്റ്റ് സെർച്ച് ചെയ്ത് കറക്റ്റ് കണ്ടുപിടിച്ചെത്തിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ചിലർക്ക് സംശയം തോന്നും, ഒരുമിച്ച് മേളിലോട്ടും ഇടത്തോട്ടും മാറിയാലോ എന്ന്. ഓക്കെ, എൻ്റെ വെള്ളം എറിയുമ്പോൾ എൻ്റെ വെള്ളം ഇച്ചിരി മേളിലോട്ടും മടങ്ങി ഇടത്തോട്ടും മടങ്ങിയാൽ നമ്മുടെ ഡാർട്ട് നമുക്കറിയാം ബുൾസൈയിലാണ് വന്ന് കൊള്ളേണ്ടുന്നതെങ്കിൽ ഇങ്ങോട്ട് മാറിക്കൊള്ളും. പക്ഷെ ആലോചിച്ച് നോക്കുക, ഒരിക്കലും ഇടത്തോട്ട് മടങ്ങിയോണ്ട് അല്ല അവൻ മേലോട്ട് കൊള്ളുന്നത്, അല്ലെ മേലോട്ട് മടങ്ങിയോണ്ടല്ല അവൻ ഇടത്തോട്ട് കൊള്ളുന്നത്. അവന് ഇടത്തോട്ടും ഒരു മാറ്റമുണ്ട്, മേലോട്ടും ഒരു മാറ്റമുണ്ട്. അതിന്റെ രണ്ടിന്റെയും കൂടെ കമ്പൈൻഡ് ആയിട്ട് ഇവിടെ വന്നുകൊണ്ട്, അല്ലാതെ ഇടത്തോട്ട് മാത്രം മടങ്ങിയോണ്ടല്ല അവൻ ഇവിടെ വന്നുകൊണ്ട്. ഇടത്തോട്ട് മാത്രമേ മടങ്ങിയിട്ടുള്ള അവൻ ഇവിടെ വന്നുകൊള്ളൂ, മേലോട്ട് മാത്രമേ മടങ്ങിയിട്ടുള്ള അവൻ ഇവിടെ വന്നുകൊള്ളൂ. ഇത് ഇടത്തോട്ടും മേലോട്ടും മടങ്ങിയോണ്ടാണ് ഇവിടെ വന്നുകൊണ്ട്. അത് രണ്ടും ഒരുമിച്ച് ഒക്കറിയിൽ ഇവന്റാ. ഓക്കെ, സെയിം ഒക്കറൻസ് ഡസൻ മീൻസ് ദേ ആർ ഡിപ്പെൻഡന്റ്. അതായത് ഞാൻ കോയിനും ഡൈസും ഒരുമിച്ചാണ് ടോസ് ചെയ്യുന്നത്, അത് രണ്ടും ഒരുമിച്ച് ഒക്കറിയിൽ ഇവന്റാ. ഒരുമിച്ച് ഒക്കറിയിൽ ഇവന്റ് ഒരിക്കലും ഡിപ്പെൻഡന്റ് ഇവന്റ് ആണെന്ന് നിങ്ങൾ ചിന്തിക്കില്ലേ. ഇടത്തോട്ട് മടങ്ങിയത് ഒരു ഇവന്റ്, മേലോട്ട് മടങ്ങിയത് ഒരു ഇവന്റ്, അത് രണ്ടും ഒരുമിച്ച് ഒക്കർ ചെയ്തതാ. ഇടത്തോട്ട് മടങ്ങിയതിന്റെയാണ് റിസൾട്ടന്റ് ആയിട്ട് ഇവിടെ വന്ന് കൊള്ളാൻ പോകുന്നത്, മേലോട്ട് മടങ്ങിയതാണ് റിസൾട്ടന്റ് ആയിട്ട് ഇവിടെ വന്ന് കൊള്ളാൻ പോകുന്നത്. സോ അതിന്റെ രണ്ടിന്റെയും കൂടെ കമ്പൈൻഡ് എടുത്താൽ ഈ പോയിന്റിലായിട്ടായിരിക്കും വന്ന് കൊള്ളുന്നത്. അവരപ്പോഴും ഡിപ്പെൻഡന്റ് അല്ല. അതായത് ബേസിക്കലി ഞാനിവിടെ പറയാൻ ശ്രമിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഡാർട്ട് എറിഞ്ഞാൽ അതിന്റെ ഹൊറിസോണ്ടൽ ചേഞ്ച് ഒരിക്കലും അതിന്റെ വെർട്ടിക്കൽ ചേഞ്ചിനെ മാറ്റാൻ പോകത്തില്ല. ഹൊറിസോണ്ടലായിട്ട് നിൽക്കും, വെർട്ടിക്കലായിട്ട് നിൽക്കും. നമ്മുടെ ഡാർട്ട് എറിയുമ്പോൾ ഇത് രണ്ടും ഒരുമിച്ച് ഒക്കർ ചെയ്യുന്നേ ഉള്ളൂ. പക്ഷേ ഹൊറിസോണ്ടലിന്റെ കാര്യം ഹൊറിസോണ്ടലിൽ തന്നെ നടന്നുള്ളൂ. അല്ലാതെ ഹൊറിസോണ്ടലിൽ ഒരു മാറ്റം വരുന്നു എന്നതുകൊണ്ട് ഇന്റേണലി അത് അവിടെ പോയി ചേഞ്ച് ചെയ്ത് വെർട്ടിക്കലി മാറ്റം വരുത്തത്തില്ല. അല്ലെ വെർട്ടിക്കൽ ഒരു മാറ്റം വരുന്നു എന്ന് പറഞ്ഞ് അത് ഇന്റേണലി വന്ന് ചേഞ്ച് ചെയ്ത് ഹൊറിസോണ്ടലി ആ മാറ്റം വരുത്താൻ പോകത്തില്ല. അവ രണ്ട് ഇൻഡിപെൻഡന്റ് ഇവന്റ് ആണ്. ഓക്കെ, അപ്പൊ ഈ f(x) എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താന്ന് ചോദിച്ചാൽ അതിന്റെ പ്രോബബിലിറ്റി ഡെൻസിറ്റി അറ്റ് ഹൊറിസോണ്ടൽ കമ്പോണന്റ്. ഓക്കെ, അതുപോലെ f(i) എന്താന്ന് ചോദിച്ചാൽ പ്രോബബിലിറ്റി ഡെൻസിറ്റി അറ്റ് വെർട്ടിക്കൽ കമ്പോണന്റ്.